ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കോട്ടഗിരി മനോഹരമായ തേയിലത്തോട്ടങ്ങളും മലനിരകളും പച്ചപ്പും കോടമഞ്ഞും നിറഞ്ഞ ഹിൽ സ്റ്റേഷനാണ്. ഊട്ടിയിലെ തിരക്കിൽ നിന്നെല്ലാം മാറി ശാന്തമായൊരു പ്ലേസാണിത്. ഇവിടേക്കുള്ള റൂട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. കോട്ടഗിരിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളും അവിടുത്തെ ടൈം, ചാർജ്, ലൊക്കേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നെഹ്റു പാർക്ക് കോട്ടഗിരി ടൗണിൽ തന്നെയാണ് കേട്ടോ ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പുൽമേടും ചെടികളും മരങ്ങളൊക്കെയുള്ള പാർക്ക് തിരക്കിൽ നിന്നെല്ലാം മാറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. 20 രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ടൈമിങ്. എല്ലാ വർഷവും മെയ് മാസത്തിൽ വെജിറ്റബിൾ ഷോ ഇവിടെ നടത്താറുണ്ട്. ലോങ്വുഡ് ഷോല റിസർവ് ഫോറസ്റ്റ് നെഹ്റു പാർക്കിൽ നിന്നും 2 കിലോമീറ്റർ മാറി ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. ഷോലവനങ്ങളും ചതുപ്പ് നിലങ്ങളും അരുവികളും ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ കണ്ടുള്ള 3 കിലോമീറ്റർ വരുന്ന ഗൈഡോട് കൂടിയ ഫോറസ്റ്റ് വാക്കാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂർ വരുന്ന ട്രക്കിങ്ങിന് ഒരാൾക്ക് 700 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. രാവിലെ 9 മണി, 11 മണി എന്നിങ്ങനെ 2 ബാച്ചാണ് വരുന്നത്. ചൊവ്വാഴ്ച ദിവസം അവധിയാണ്. രംഗസാമി പീക്ക് കോട്ടഗിരി ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. ഇടതൂർന്ന വനങ്ങളിലൂടെ മൃഗങ്ങളെയൊക്കെ കണ്ട് സാഹസിക കയറ്റമാണ് രംഗസാമി കൊടുമുടിയിലേക്കുള്ള ട്രക്കിംഗ്. കാടും കുന്നുകളും താഴ്വരകളുടെയൊക്കെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ 4 കിലോമീറ്ററോളം നടന്നു കയറേണ്ടതുണ്ട്. ഏകദേശം 4 മണിക്കൂർ വരുന്ന ഗൈഡോട് കൂടിയ ട്രക്കിങ്ങിന് ഒരാൾക്ക് 1300 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. രാവിലെ 8 മണിക്കാണ് പുറപ്പെടുന്നത്. ട്രക്ക് തമിഴ്നാട് സൈറ്റിൽ പോയാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം.
കോടനാട് വ്യൂ പോയിന്റ്. കോട്ടഗിരി ടൗണിൽ നിന്നും 18 കിലോമീറ്റർ മാറി പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കോടനാട്. 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂ പോയിന്റിൽ നിന്ന് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളുടെയും തേയിലത്തോട്ടങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. 40 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ചാർജ് വരുന്നത്. ജോൺ സള്ളിവൻ മെമ്മോറിയൽ. നീലഗിരി എന്ന മനോഹര ഭൂമിയെ പുറം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് കളക്ടർ ജോൺ സള്ളിവൻ വസിച്ചിരുന്നൊരു ബംഗ്ലാവാണിത്. ഈ സ്മാരകത്തിൽ പുരാവസ്തുക്കളും പഴയകാല ചിത്രങ്ങളും പ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാരുടെ വിശദ വിവരങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ടൈമിംഗ്. നെഹ്റു പാർക്കിൽ നിന്നും 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടേക്ക് പോകുന്ന വഴിയിൽ സള്ളിവൻ പാർക്കും വരുന്നുണ്ട്. ഉയിലട്ടി വാട്ടർഫാൾ. ജോൺ സള്ളിവൻ മെമ്മോറിയലിൽ നിന്ന് 5 കിലോമീറ്റർ മാറി കോട്ടഗിരിയിലെ ഹിഡൻ സ്പോട്ടാണിത്. വെള്ളച്ചാട്ടത്തിലേക്കെത്താൻ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി നടക്കേണ്ടതുണ്ട്. കാതറിൻ വാട്ടർഫാൾസ്. കോട്ടഗിരി മേട്ടുപ്പാളയം റൂട്ടിൽ അരവേണുവിനടുത്ത് കോട്ടഗിരിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് കാതറിൻ ഫാൾസ്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര സാഹസികത നിറഞ്ഞതാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് തേയിലത്തോട്ടങ്ങളിലൂടെ 1.5 കിലോമീറ്ററോളം നടന്നിട്ട് വേണം ഇവിടേക്ക് എത്താൻ. ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനിലെത്തിയാൽ വെള്ളച്ചാട്ടമാണെന്ന് തെറ്റിദ്ധരിച്ച് കാതറിൻ വാട്ടർഫാൾസ് വ്യൂ പോയിന്റിലേക്കാണ് പലരും പോകുന്നത്. 30 രൂപ എൻട്രി ഫീ കൊടുത്ത് നടന്ന് മുകളിലെത്തുമ്പോഴാണ് വാട്ടർഫോൾ ദൂരെ നിന്ന് കാണാനുള്ള വ്യൂ പോയിന്റ് ആണിതെന്ന് തിരിച്ചറിയാം. പാർക്കിംഗ് ഏരിയയിൽ നിന്നും ആരോടെങ്കിലും വാട്ടർഫാളിലേക്കുള്ള വഴി ചോദിച്ചു പോകുന്നതായിരിക്കും നല്ലത്. സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ടീ പ്ലാന്റേഷൻ. ടീ പ്ലാന്റേഷന് പേര് കേട്ടതാണ് കോട്ടഗിരി. ഇവിടേക്കുള്ള യാത്രയിൽ തേയിലത്തോട്ടങ്ങളുടെ അടിപൊളി കാഴ്ചകൾ കാണാം. കോട്ടഗിരിയുടെ പല ഭാഗത്തും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മലനിരകളുടെ വ്യൂ കാണാം. ഒരുപാട് ടീ ഫാക്ടറികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബെൽമോൺ വ്യൂ പോയിന്റ്. തേയിലത്തോട്ടങ്ങളുടെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു വ്യൂ പോയിന്റ് ആണിത്. പാണ്ഡ്യ രാജ് പാർക്ക്. പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയൊരു പാർക്കാണിത്. ഊട്ടിയിൽ നിന്ന് കോട്ടഗിരിയിലേക്കുള്ള റൂട്ടിലാണ് ഈ ഗാർഡന്റെ ലൊക്കേഷൻ വരുന്നത്. 20 രൂപയാണ് ഒരാൾക്ക് ചാർജ്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഇനി നമുക്ക് കോട്ടഗിരിയിലെ മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.